നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഗണിതം പേപ്പർ 405 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പേപ്പർ 406 ശാസ്ത്ര വിദ്യാഭ്യാസം പഠനവും ബോധനവും 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതും വൺ വേർഡ് ടൈപ്പ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ബോറടിപ്പിക്കാതെ ക്ലാസ്സിലേക്ക് കടക്കാം. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഡാർവിൻ, ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി കോപ്പർനിക്കസ്, ഓപ്ഷൻ ഡി കെപ്ലർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഡാർവിൻ. രണ്ടാമത്തെ ചോദ്യം, ശാസ്ത്രീയ രീതിയുടെ ആദ്യഘട്ടം. ശാസ്ത്രീയ രീതിയുടെ ആദ്യഘട്ടം. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, ഉത്തരം അങ്ങ് പറഞ്ഞു പോവാം. ശാസ്ത്രീയ രീതിയുടെ ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ ഘട്ടങ്ങളൊന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളൊക്കെ എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഘട്ടങ്ങളൊന്ന് ഓടിച്ച് പറയാം. ഒന്നാമതായിട്ട് പ്രശ്നം അനുഭവപ്പെടണം. നമുക്കൊരു പ്രശ്നം അനുഭവപ്പെടുക. രണ്ടാമതായിട്ട് പരികൽപ്പന രൂപീകരിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ആസൂത്രണം അല്ലെങ്കിൽ പ്രശ്ന പരിഹരണ രീതി, അല്ലേ? എങ്ങനെയാണ് പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്നുള്ള രീതി തയ്യാറാക്കുന്നു. അടുത്തത് നിർവഹണം. അടുത്ത ഘട്ടം അപഗ്രഥനം. അവസാനമായിട്ട് നിഗമന രൂപീകരണം. അപ്പോൾ ഇതാണ് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരിക? പ്രശ്നം അനുഭവപ്പെടൽ, അല്ലേ? ഓപ്ഷൻ സി പ്രശ്നം അനുഭവപ്പെടൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം. ഓപ്ഷൻസ് വായിക്കാം. മാർച്ച് 22, ഓപ്ഷൻ ബി ഫെബ്രുവരി 28, ഓപ്ഷൻ സി മെയ് 11, ഓപ്ഷൻ ഡി മാർച്ച് 23. ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി 28. ഓക്കെ, മറ്റ് ദിവസത്തിലെ പ്രത്യേകതകൾ കൂടി നോക്കാം. ആദ്യം മാർച്ച് മാസത്തിലെ കുറച്ച് പ്രത്യേക ദിവസങ്ങളൊക്കെ ഒന്ന് നോക്കാം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഇനി മാർച്ച് 21, 22, 23, 24 ഒരു കോഡ് വെച്ചിട്ടാണ് പറയുന്നത്. മാർച്ച് 21 വനത്തിൽ പോയി ജലം തലയിൽ വീണു. മഴ കാരണം ജലം തലയിൽ വീണു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അങ്ങനെ എന്ത് സംഭവിച്ചു? ക്ഷയം വന്നു. അപ്പോൾ വനത്തിൽ പോയി ജലം തലയിൽ വീണ്, അത് കാലാവസ്ഥ മൂലമാണ് അങ്ങനെ ക്ഷയം പിടിപെട്ടു എന്നുള്ളത് ആലോചിക്കുക. മാർച്ച് 21 ലോക വന ദിനം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയദിനം. ഓക്കെ, അപ്പം നമുക്ക് മാർച്ച് 22 എന്താണ് പ്രത്യേകത? ലോക ജലദിനം. ഇനി മെയ് 11 ദേശീയ സാങ്കേതിക ദിനമാണ്. മെയ് 11 പ്രത്യേകത ദേശീയ സാങ്കേതിക ദിനമാണ്. ഓക്കെ, മാർച്ച് 23 പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലോക കാലാവസ്ഥാ ദിനം. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന 1-2 ദിനാചരണങ്ങൾ കൂടിയുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂലൈ 21 ചാന്ദ്രദിനം, ഡിസംബർ 5 ലോക മണ്ണ് ദിനം, സെപ്റ്റംബർ 5 അറിയാലോ അധ്യാപക ദിനം, അല്ലേ? ഏപ്രിൽ 22 ഇമ്പോർട്ടൻ്റ് ആണ്, ലോക ഭൗമദിനം. ഏപ്രിൽ 7 ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ലോകാരോഗ്യ ദിനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗോളരസന്ധി കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം.
ഓപ്ഷൻ എ വാരിയെല്ല്, ഓപ്ഷൻ ബി തോളെല്ല്, ഓപ്ഷൻ സി തലയോട്ടി, ഓപ്ഷൻ ഡി നട്ടെല്ല്. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഉത്തരം പറയുന്നതിന് മുമ്പ് എന്താണ് ഗോളരസന്ധി എന്ന് അറിയണം അല്ലേ? എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാകുന്നതാണ് ഗോളരസന്ധി. നമുക്ക് ഏത് വശത്തേക്ക് വേണമെങ്കിലും ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, വാരിയെല്ല്, തോളെല്ല്, തലയോട്ടി, നട്ടെല്ല്. ഓപ്ഷൻ ബി തോളെല്ല് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. തോളെല്ലും ഇടുപ്പെല്ലും നമുക്ക് ഗോളരസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാം. തോളെല്ലും ഇടുപ്പെല്ലും എന്തിനുദാഹരണമാണ്? ഗോളരസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാം. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ മാത്രം ചലനം സാധ്യമാക്കുക, നമ്മുടെ ഡോറ് പോലെ. ഓക്കെ, ഉദാഹരണമായിട്ട് കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ. കൈമുട്ട്, കാൽമുട്ട്, വിരലുകളൊക്കെ വിജാഗിരി സന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, മറ്റൊന്നാണ് തെന്നുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ് അല്ലെങ്കിൽ തെന്നുന്ന സന്ധി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനമാണ് തെന്നുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഉദാഹരണം കൈക്കുഴ, കാൽക്കുഴ. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന മണ്ണ് സാമ്പിളുകളിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH 5. എന്തിനാണ് കുമ്മായം ചേർക്കുന്നത്? മണ്ണിലെ അമ്ലാംശം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? മണ്ണിൻ്റെ അമ്ലാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 0 മുതൽ 14 വരെ അല്ലേ? 0 മുതൽ 14 വരെയാണ് സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. pH 7 എന്ന് പറയുമ്പോൾ ന്യൂട്രൽ. pH 7ൽ താഴെയാണെങ്കിൽ ആസിഡാണ്. pH സ്കെയിലിൽ 7ൽ താഴെയാണെങ്കിൽ ആസിഡും 7ന് മുകളിലാണെങ്കിൽ ആൽക്കലിയുമാണെന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്